ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളിത് ഇന്ന് താത്താടെ മോനെ കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉത്താന് ടൂറ് കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ കൂടെ നിന്ന്, ടൂറ് കഴിഞ്ഞ് അന്ന് എൻ്റെ കൂടെ നിന്ന് പിറ്റേ ദിവസമല്ല അതിൻ്റെ പിറ്റേ ദിവസമാണ് പോണത്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോണത്. എന്നിട്ടും ആൾ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് നിന്നിരുന്നതാ. പിന്നെ സ്കൂളും മദ്രസൊക്കെ ഉള്ള കാരണം അങ്ങനെ കൊണ്ടാക്കാൻ വിചാരിച്ച്. അപ്പം ഞങ്ങളിത് വീടിൻ്റെ അവിടെ നിന്നുള്ള ബസ് പോയിട്ടാ. കുറേ നേരം വരെ വെയിറ്റ് ചെയ്ത് ചെരുപ്പെടുക്കാൻ പോയതിൽ ബസ്സും പോയി. അപ്പോൾ അതേ അവിടുന്ന് വേറൊരു ഓട്ടോ കിട്ടിയപ്പോൾ അങ്ങനെ ആലപ്പാടിക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ആലപ്പാട് പോസ്റ്റായിട്ട് നിൽക്കുന്നത്. ബസ് എപ്പോഴാണ് വരാമെന്നറിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ബസ് പോയി. ഞാൻ ചെരുപ്പെടുക്കാൻ വേണ്ടി പോയത്, അപ്പോഴേക്ക് ബസ് പോയി. അപ്പോൾ ഒരു വണ്ടി കണ്ടപ്പോൾ, ഓട്ടോറിക്ഷ കണ്ടപ്പോൾ അതിൻ്റെ ബാക്കിൽ വിട്ടത് നോക്കുമ്പോൾ കറക്റ്റ് ഈ ഭാഗം എത്തിയപ്പോൾ ഇറങ്ങലും, ഞങ്ങൾ ഓട്ടോ നിന്ന് ഇറങ്ങലും ബസ് പോവലൊപ്പായി. ആ ബസ് കിട്ടിയില്ല. ഇനി ഈ റൂട്ടിന് കുറേ ബസ് വരുമെന്ന് പറയുന്നുണ്ട്. കണ്ടറിയില്ലേ? തൃശ്ശൂർ ബസ് ഈ വഴിക്ക് എത്തുമെന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങളിങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുക, പോസ്റ്റ് അടിച്ച് നിൽക്കണേ അല്ലേ? അയച്ചുവാ. അയച്ചു വർത്താനം പറയണതാ. വർത്താനം പടിയാ എങ്ങനെ വർത്താനം പറയാ? ഒക്കത്തിന് മൂളല്ല. പറയ് ഗായ്സ്, ഗായ്സ് പറഞ്ഞു. ഹലോ ഗായ്സ് പറയ്, പറയടിക്കോ അറിയില്ല. ഇതെന്തത് വരലിമ്മല് എന്ത് മല് ടാറ്റ കൊടുക്കും. ശരി ശരി ശരി. നമ്മളെ വണ്ടി വരിയിട്ടില്ല, എപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആലപ്പാട് നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത് തൃശ്ശൂർ ബസ്സിന്. അപ്പോൾ നമ്മളവിടുന്ന് പോണ വഴിയല്ല ഞങ്ങൾ അവിടുന്ന് കയറിയത്. കാരണം ഇവിടുന്ന് പോകുമ്പോൾ വേറൊരു പാടം വഴിയാണ് പോണത്. ഇത് പിന്നെ നമ്മളെ മഞ്ജു വാര്യറിൻ്റെ വീട് ആ ഭാഗമൊക്കെ ആയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും അങ്ങനെ പോകണമെന്ന്. കാരണം മഞ്ജു വാര്യറിൻ്റെ വീട് ഉമ്മാക്കൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എപ്പോൾ പോകുമ്പോഴും നമ്മൾ വേറെ വഴിക്കാണ് പോകാറ്. ഇപ്പോൾ ഉത്താനോട് പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഉണ്ട് മഞ്ജു വാര്യറിൻ്റെ വീട് ഇവിടെയാണ് എന്നൊക്കെ. പക്ഷെ അവനക്ക് അറിയൊന്നുമില്ല. അവൻ പറഞ്ഞ് പേര് കേട്ടിട്ടുണ്ട്, ആളറിയില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും സിനിമാ നടിയാന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്. അപ്പോൾ അതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ റൂട്ടിൽ പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഭയങ്കര തിരക്ക് കുറഞ്ഞ ഇതാണ്. അപ്പോൾ കുറച്ചാണ്ട് കയറിപ്പോയാലാണ് പിന്നെ തിരക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഉണ്ണികൾക്കൊക്കെ ഇരിക്കാനുള്ള സീറ്റ് എന്തായാലും ഉണ്ട്. ഉത്താനും നിച്ചുമോനൊക്കെ സീറ്റിലിരിക്കണം. അപ്പോൾ അത് ഈ ബസ് നിർത്തിയിട്ടില്ല. ആ ബസ് നിർത്തിയിട്ട് ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കണ അതാണ് കേട്ടോ വീട്, മഞ്ജു വാര്യറിൻ്റെ വീട് അതാണ്. അപ്പോൾ ഞാൻ ഉത്താനക്ക് കാണിച്ചു കൊടുക്കുകയാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കണ്ടക്ടർ കാശിന് വന്നപ്പോൾ ആളിനോട് പറഞ്ഞു, വീഡിയോ എടുക്കണേ, വീഡിയോ എടുത്തോന്ന് പറഞ്ഞു. പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ നിന്ന്. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ, പ്രത്യേക വൈബാണ്. ഫുള്ള് പാടന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ ഭാഗമാണ് ഫുള്ള് പാടം എന്ന് പറയണത്. അപ്പോൾ ഞങ്ങളങ്ങനെ എപ്പോഴും പോകാറൊന്നുമില്ല. ഇക്ക വരുമ്പോഴാണ് വല്ലപ്പോഴൊക്കെ ഒന്ന് പോവുക. ഇപ്പോൾ അവിടെ ഭയങ്കര കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ആ റൂട്ടിനാണ് പോണത്. അപ്പോൾ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളെ പുതിയ ചാനലാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താണ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ എന്തായാലും ഞങ്ങൾ അവിടെ നിന്നൊക്കെ എത്തി. ശക്തനിയിൽ നിന്നൊക്കെ ഓട്ടോ വിളിച്ചിട്ട് പോവാണ് കേട്ടോ. ശക്തനിയിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ സ്റ്റോപ്പ് എത്തിയപ്പോൾ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അത് എന്തായാലും നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള. എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.